ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, റിമ മിസ് ആണ്. നമ്മുടെ ദ ലോ ആൻഡ് ദ സൊസൈറ്റി, നിയമവും സമൂഹവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ പഠിക്കേണ്ട ഒന്നാണ് ഈ കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അതായത് നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അത് എന്തൊക്കെയായിരുന്നു? യെസ്, നോക്കിക്കോ. അറ്റൻഷൻ പെഡസ്ട്രിയൻസ്, അതായത് കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കാണ് പറയുന്നത്. അതായത് ഇഫ് ദർ ആർ സൈഡ് വാക്ക് അല്ലേ, അതായത് യൂസ് ദം വൈൽ വാക്കിംഗ് ഓൺ ദ റോഡ്. അവിടെ ഏതെങ്കിലും സൈഡ് വാക്ക് ഉണ്ടെങ്കിൽ എന്താണ്, നമ്മളത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, റോഡിൻ്റെ റൈറ്റ് സൈഡിലൂടെ നിങ്ങൾ നടക്കാൻ വേണ്ടി നോക്കുക. ദെൻ മോർ ദാൻ 2 people ടുഗദർ ഷുഡ് നോട്ട് വാക്ക് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ റോഡ്. അതായത് 2ൽ കൂടുതൽ ആളുകൾ റോഡിൻ്റെ വശം ചേർന്ന് നടക്കാതിരിക്കുക. അതായത് 3, 4, 5 ആൾക്കാർ ഇങ്ങനെ വശം ചേർന്ന് നടക്കുന്നത്, ആ പരിപാടി ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. ദെൻ ഡു നോട്ട് വാക്ക് ത്രൂ ദ ഏരിയാസ് വേർ പെഡസ്ട്രിയൻസ് ആർ പ്രൊഹിബിറ്റഡ്. അതായത് കാൽനട യാത്രക്കാർക്ക് അനുവദീയമല്ലാത്ത സ്ഥലങ്ങളിലൂടെ നടക്കാതിരിക്കുക. അപ്പോൾ ആ 3 പോയിന്റ് മലയാളം പറഞ്ഞ, റോഡിൻ്റെ വശത്ത് നടപ്പാത പറഞ്ഞില്ലേ, സൈഡ് വാക്ക് ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക, നടപ്പാത ഇല്ലെങ്കിൽ റോഡിൻ്റെ വലതുവശം ചേർന്ന് മാത്രം നടക്കുക. ഓക്കെ. ദെൻ 2 പേരിൽ കൂടുതൽ എന്താണ്, വശം ചേർന്ന് നടക്കാതിരിക്കുക. ദെൻ കാൽനട യാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ എന്താണ്, കാൽനട യാത്ര ചെയ്യാതിരിക്കുക. ദെൻ നമുക്ക് പറയാനുള്ളത്, നെവർ വാക്ക് ഓൺ ദ റോഡ് യൂസിങ് മൊബൈൽ ഫോൺ ആൻഡ് ഹെഡ്സെറ്റ്. മൊബൈൽ ഫോണുകളും അതുപോലെ ഹെഡ്സെറ്റൊക്കെ ചുവട്ടിൽ വെച്ചിട്ട് നടക്കാൻ പാടില്ല. ക്രോസ് ദ റോഡ് ഓൺലി ആഫ്റ്റർ ലുക്കിംഗ് ഫസ്റ്റ് ടു ദ റൈറ്റ്. ആദ്യം റൈറ്റിലേക്ക് നോക്കുക, ദെൻ എന്താണ്, ലെഫ്റ്റിലേക്ക് നോക്കുക. എന്നിട്ട് 2 ഭാഗത്തും എന്താണ്, വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് നോക്കിയിട്ട് വേണം റോഡ് ക്രോസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സീബ്ര ലൈൻസ്, ഓക്കെ, നമ്മുടെ മുമ്പിൽ സീബ്ര ലൈൻസ് ഉണ്ടെങ്കിൽ അതിലൂടെ എന്താണ്, ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ എന്താണ്, യെസ്, റൈറ്റ് നോക്കുക ആദ്യം, പിന്നെ ലെഫ്റ്റ് നോക്കുക. വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് നോക്കിയിട്ട് മാത്രം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ദെൻ വെയിറ്റ് ഫോർ ഗ്രീൻ സിഗ്നൽ ഫോർ പെഡസ്ട്രിയൻ ടു ക്രോസ് ദ റോഡ് ഏരിയാസ് വേർ ദ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇസ് ദർ. അതായത് പറയുന്നത് വെച്ചാൽ, സിഗ്നലുള്ള ഇടങ്ങളിൽ കാൽനട യാത്രക്കാർ, അത് ഗ്രീൻ ലൈറ്റ് ഇല്ലേ, പച്ച വെളിച്ചം തെളിയുന്നത് വരെ എന്താണ്, നമ്മൾ കാത്തു നിൽക്കുക. അത് തെളിയുന്നവരെ കാത്തു നിൽക്കണം. ഓക്കെ. ദെൻ അതുപോലെ, അതായത് ക്രോസ് ചെയ്യുമ്പോൾ അത് തെളിയുന്നവരെ നിങ്ങൾ നോക്കി നിൽക്കുക. ദെൻ കാൽനട യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മേൽപ്പാലങ്ങൾ, ഫുട് ഓവർ ബ്രിഡ്ജ്, സ്കൈ വാക്ക്, ഭൂഗർഭ പാതകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അതൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, നടക്കാൻ നമ്മൾ അതൊക്കെ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഇഫ് ദർ ആർ ഫുട് ഓവർ ബ്രിഡ്ജ്, സ്കൈ വാക്ക് ആൻഡ് ദ അണ്ടർ പാസസ് ഡിസൈൻ ഫോർ പെഡസ്ട്രിയൻസ് യൂസ് ദം, അതൊക്കെ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ്, ആദ്യം നമ്മൾ റൈറ്റിലേക്കും അതുപോലെ ലെഫ്റ്റിലേക്കും നോക്കിയിട്ട് വെഹിക്കിൾസ് ഒന്നും വരുന്നില്ല നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, സീബ്ര ലൈനോടെ പാസ് ചെയ്യുക. ദെൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിരിക്കുക. 2 പേരുടെ ആളുകൾ വശം ചേർന്ന് നടക്കാതിരിക്കുക. സൈഡ് വർക്കൊക്കെ യൂസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ പച്ച വെളിച്ചം ഗ്രീൻ സിഗ്നൽ വരുന്നവരെ എന്താണ്, നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ എന്താണ്, ആ ഗ്രീൻ സിഗ്നൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ എന്താണ്, കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ എന്തായാലും പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ പഠിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ മക്കളെ, നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ നിങ്ങൾക്കൊരു കിഡിലോസ്കി ആയിട്ടുള്ളൊരു ബാച്ച് ഉണ്ട് കേട്ടോ. നിങ്ങൾ 5ാം ക്ലാസ് കഴിഞ്ഞു, ഇനി 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ 6ാം ക്ലാസ്സിന് വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നല്ല ടഫാണ് കേട്ടോ. അതായത് നമ്മുടെ സിലബസ് മാറിയതാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സബ്ജക്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ടഫാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വജ്ര ബാച്ച്. നമ്മുടെ ബാച്ചിലേക്ക് എന്താണ്, 10% ഓഫർ ഉണ്ട് കേട്ടോ. എജു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 10% ഓഫർ പ്രൈസിൽ നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാം. അതുപോലെ പെട്ടെന്ന് ജോയിൻ ചെയ്ത കുട്ടികളിൽ ഒരു 5 പേരെ സെലക്ട് ചെയ്തിട്ട് എന്താണ്, നമ്മളവർക്ക് സ്മാർട്ട് വാച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താണ്, ഈ നിസ്സാരമായ തുക, നമുക്ക് ബേസ് പ്ലാൻ ഉണ്ട് കേട്ടോ, അതുപോലെ ഇൻഫിനിറ്റി ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, പേൾ വീഡിയോസ് കൂടി കിട്ടും, റെക്കോർഡ് പേൾ വീഡിയോസ് കിട്ടും. അതുപോലെ ഇൻഫിനിറ്റി പ്രോയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ച് കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ബാച്ച് പർച്ചേസ് ചെയ്തോ, ഇതിപ്പോൾ ബേസ് പ്ലാനിൻ്റെ പ്രൈസാണ് ഇവിടെ കൊടുത്തത്, ഏതാണോ പർച്ചേസ് ചെയ്യുന്നത് അതിനൊക്കെ 10% ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. ബൈ ഗൈസ്.